അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 198. എടി, എന്നാലും ഇന്നലെ നീ കൂടി വേണ്ടതായിരുന്നു. നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും തിരക്കത്ര ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരെ കാണാൻ പറ്റി. വെപ്രാളത്തോടെ കഴിക്കാനുള്ളതെല്ലാം രണ്ട് പാത്രത്തിലേക്ക് എടുക്കുന്ന ജ്വാലയോട് പൊന്നു പറഞ്ഞു. ഉം. ജ്വാല മൂളുന്നതേയുള്ളൂ. അവരെ നോക്കാതെ ഇനിയും എന്തൊക്കെയോ ജോലികൾ ഉള്ളതുപോലെ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തും എൻ്റെ ഏട്ടത്തി, നിനക്ക് വരായിരുന്നില്ലേ? നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു. ഇന്നലെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ഇട്ടതാ. അതും പറഞ്ഞ് മീനു പരിഭവത്തോടെ ജ്വാലയെ തിരിച്ചു നിർത്തി. അവള് മീനുവിനെ നോക്കി പെട്ടെന്ന് അവളിൽ നിന്ന് നോട്ടം മാറ്റി. അത് മഴ, അതാ മീനു, അവള് പറഞ്ഞു. പക്ഷേ മീനു ഒന്നും മിണ്ടിയില്ല. അവളുടെ നോട്ടം പെട്ടെന്ന് ജ്വാലയുടെ കഴുത്തിലേക്കാണ് പോയത്. കഴുത്തിൽ ചെറുതായി ചുവന്നു കിടക്കുന്ന പാട്. അവൾ ജ്വാലയെ ആകെയൊന്ന് നോക്കിയത് അപ്പോഴാണ്. അവളുടെ മുഖമാകെ ചുവന്നതുപോലെയാണുള്ളത്. കവിളിലും കയ്യിലും പോലും എന്തൊക്കെയോ അടയാളങ്ങൾ. മീനുവിന്റെ കണ്ണ് മിഴിഞ്ഞു. അതേ മിഴിഞ്ഞ കണ്ണോടെ അവൾ പൊന്നുവിനെ നോക്കിയപ്പോൾ അവിടെ അതുപോലെ കിളിപോയതുപോലുള്ള നോട്ടം. ഇരുവരും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് ജ്വാല അവരെ നോക്കിയത്. പക്ഷെ അവരുടെ നോട്ടം കണ്ടതും അവളൊന്നും ഞെട്ടി. ഞാൻ കഴിക്കട്ടെ കേട്ടോ. അതും പറഞ്ഞ് ജ്വാല അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. പക്ഷെ പൊന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറിപ്പിടിച്ചു. ജ്വാല അവളെ കണ്ണുകൾ മാത്രം ഉയർത്തിയൊന്ന് നോക്കി. പൊന്നുവിന്റെ പുരികം വളഞ്ഞു. നീ ഇന്നലെ മഴയായതുകൊണ്ട് തന്നെയാണോ വരാതിരുന്നേ? കള്ളം പറയരുത്. പൊന്നു പറഞ്ഞതും ജ്വാലയാകെ വിളറിപ്പോയി. അത് ഞാൻ. അവളുടെ സ്വരം നേർത്തു. ആ പതർച്ചയിൽ പൊന്നുവിനും മീനുവിനും കാര്യം മനസ്സിലായി. ഇരുവരും വിശ്വസിക്കാൻ കഴിയാതെ ജ്വാലയെ മിഴിച്ചു നോക്കി. നീ? മീനു ചോദിച്ചു. അത് ദേവേട്ടൻ വിട്ടില്ല, പോണ്ടാന്ന് പറഞ്ഞു. എന്നോട് ഇന്നലെ സ്നേഹമായിരുന്നു, അതാ വരാതിരുന്ന്. അതിൽ കൂടുതൽ അവരോട് എന്തു പറയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പൊന്നും മീനും പരസ്പരം നോക്കി കണ്ണുതള്ളി നിൽക്കുന്നുണ്ട്. ശരിക്കും? അത്ഭുതത്തോടെ പൊന്നു ചോദിച്ചു. ജ്വാലയുടെ മുഖത്ത് ചമ്മല് നിറഞ്ഞു. നേർത്ത സ്വരത്തിൽ അവളും മൂളി. പൊന്നുവിന്റെ മീനുവിന്റെ മുഖം വിടർന്നുപോയി. അടുത്ത നിമിഷം ഇരുവരും ചേർന്ന് ജ്വാലയെ കെട്ടിപ്പിടിച്ചു. ജ്വാലയൊന്ന് ഞെട്ടി. അകന്നു മാറി ഇരുവരെയും മാറി മാറി നോക്കി. അപ്പൊ ഇന്നലെ നീയും അഗ്നിയേട്ടനും തമ്മിൽ? പൊന്നു ചോദിച്ചതും ജ്വാല പരിഭ്രമത്തോടെ അവളെ നോക്കി. അയ്യോ, അങ്ങനൊന്നുമില്ല, ആരോടും പറയല്ലേ പൊന്നു, ജ്വാല പറഞ്ഞു. മീനുവിനും പൊന്നുവിനും ചിരി വന്നു പോയി. ഓഹോ, അപ്പൊ ആരോടും പറയാൻ പാടില്ല അല്ലേ? ഓക്കെ, പറയുന്നില്ല. എന്നാലും ഇതാണല്ലേ മീനു അപ്പോ മിണ്ടാപ്പൂച്ച കാലോടയ്ക്കുന്നൊക്കെ പറയുന്നേ? പൊന്നു കുറുമ്പോടെ ചോദിച്ചു. അതെ അതെ, എന്തായാലും കൊള്ളാം. മീനുവിലും കുറുമ്പ് തന്നെ. അവരെ നോക്കുമ്പോൾ ചമ്മല് തോന്നിയെങ്കിലും ജ്വാലയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ സമയം തന്നെയാണ് മാനസി ശ്രീജയും അങ്ങോട്ടേക്ക് വന്നത്. അതെ, ആരോടും പറയില്ലേട്ടോ, എനിക്ക് നാണാ, പ്ലീസ്. അവരെ കണ്ടതും ജ്വാല പതിയെ പൊന്നുവിനോടും മീനുവിനോടും പറഞ്ഞു. ശരി ശരി, പറയില്ല. പൊന്നു മീനു സമ്മതിച്ചു. ജ്വാല ആശ്വാസത്തോടെ കയ്യിൽ പ്ലേറ്റും എടുത്ത് അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് മാനസി അവളുടെ കൈത്തണ്ടേ പിടിച്ചു. ജ്വാല വല്ലാത്തൊരു നെഞ്ചിടിപ്പോടെ അവരെ നോക്കി. എന്റെ കണ്ണ, ഇനി ഇവർക്ക് എന്താണാവോ? വല്ലതും ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറഞ്ഞില്ലെങ്കിൽ എന്നോട് പിണങ്ങോ? ജ്വാലയുടെ ചിന്തകൾ ആ രീതിക്ക് പോയി. എന്താ? അവള് ചോദിച്ചു. മാനസി ശ്രീജയും കുറുമ്പോടെ അവളെ നോക്കി. അത് നിന്റെ ഭർത്താവ് അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അത് സത്യാണോന്ന് അറിയാൻ വന്നതാ. ശ്രീജ കുസൃതിയോടെ പറഞ്ഞതും ജ്വാല ഞെട്ടി. എന്റെ കണ്ണ, ദേവേട്ടൻ എന്താ പറഞ്ഞേ? അറിയാതെ അവള് ചോദിച്ചുപോയി. ആ ചോദ്യത്തിൽ മാനസി ശ്രീജയും ചിരിച്ചു പോവുകയും ചെയ്തു. അതൊക്കെയുണ്ട്. ഇപ്പൊ നീ പറ, എന്തായിരുന്നു ഇന്നലെ ക്ഷേത്രത്തിലേക്ക് വരാതിരിക്കാനുള്ള റീസൺ? സത്യം പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ വിടില്ല നിന്നെ, ശ്രീജ ആവേശത്തോടെ ചോദിച്ചു. ജ്വാലയാകെ പെട്ടുപോയതുപോലെ മീനുവിനെയും പൊന്നുവിനെയും നോക്കിപ്പോയി. പക്ഷെ അവരുടെ മുഖത്ത് അതിലും ദയനീയ ഭാവം. അത് ചേച്ചി, ജ്വാല വിക്കി. അതെ, കഴിക്കാനെടുക്കാൻ വന്നിട്ട് ഇതുവരെ എടുത്തില്ലേ കുഞ്ഞാ? പെട്ടെന്ന് അവിടെ അഗ്നിയുടെ ശബ്ദം കേട്ടു. മാനസി ശ്രീജയും പൊന്നുവും മീനു ജ്വാലയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ അടുക്കളയുടെ വാതിലിൽ ചാരി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും മാനസി ശ്രീജയും ഒന്ന് ഞെട്ടി. അവന്റെ മുഖമാണെങ്കിൽ ഗൗരവത്തിലും. അവൻ നേരെ പോയത് ടേബിളിന്റെ അടുത്തേക്കായിരുന്നു. പക്ഷെ ഇത്രയും നേരമായിട്ടും ജ്വാല അങ്ങോട്ട് വരാത്തത് കണ്ട് അന്വേഷിച്ചു വന്നതാണവൻ. ഒപ്പം മാനസി ശ്രീജയും ഇങ്ങോട്ട് പാഞ്ഞു വരുന്നതും അവൻ കണ്ടിരുന്നു. ജ്വാല അഗ്നിയെ വെറുതെ നോക്കിയതേയുള്ളൂ. അഗ്നി അപ്പോഴേക്കും കിച്ചണിലേക്ക് കയറി ജ്വാലയുടെ കയ്യിലുള്ള പ്ലേറ്റ് വാങ്ങിച്ച് മീനുവിന്റെ പൊന്നുവിന്റെയും കയ്യിലേക്ക് കൊടുത്തു. മതി ചർച്ചയൊക്കെ, ഇത് കൊണ്ടുപോയി ടേബിളിൽ വെച്ച് അവൻ ഇരുവരോടായിട്ട് ഗൗരവത്തിൽ പറഞ്ഞു. പൊന്നും മീനും പെട്ടെന്ന് തന്നെ തലയാട്ടി അതുമായി അവിടെ നിന്ന് പോയി. അഗ്നി കറിപ്പാത്രം എടുത്ത് ജ്വാലയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നീ ഇത് കൊണ്ടുപോയി വെക്ക്, ഞാനിപ്പോ വരാം, അവൻ ജ്വാലയോട് പറഞ്ഞു. അത് ദേവേട്ട, അവളെന്തോ പറയാൻ ശ്രമിച്ചു. അഗ്നി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ചെല്ല്, അവൻ പറഞ്ഞു. പിന്നെ ജ്വാലയൊന്നും പറഞ്ഞില്ല. അവള് പെട്ടെന്ന് അവിടെ നിന്ന് പോയി.
അവള് പോയിന്ന് കണ്ടതും അഗ്നി മാനസിയും ശ്രീജയും കൂർപ്പിച്ചൊന്ന് നോക്കി. എന്താടി രണ്ടിനും പരിപാടി? അവൻ ചോദിച്ചു. രണ്ടെണ്ണം അപ്പോൾ തന്നെ ചുമലുകൂച്ചി ഒന്നൂലാന്ന് കാണിച്ചു. വല്ലതും ചോദിക്കാനുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ല അഗ്നിയേട്ടാ, ഞങ്ങള് വെറുതെ ജ്വാലയോട് ഓരോന്ന് സംസാരിക്കുകയായിരുന്നു, ശ്രീജ പറഞ്ഞു. നിങ്ങൾ അവളോട് സംസാരിച്ചാലും അവൾ വള്ളി പുള്ളി തെറ്റാതെ അത് എന്നോട് വന്ന് പറയും. അതുകൊണ്ട് സംസാരം എന്തായാലും സൂക്ഷിച്ചു മതി, അഗ്നി എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു. ശ്രീജയും മാനസിയും അവൻ പറയുന്നത് കേട്ട് ആകെ വിളറി നിൽപ്പുണ്ട്. അഗ്നി അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് ഇരുവർക്കും മനസ്സിലായി. അത് ഞങ്ങള് വെറുതെ, ശ്രീജ എങ്ങനെയൊക്കെയോ പറഞ്ഞു. അവൻ ഗൗരവത്തിലൊന്ന് മൂളി. ഇരുവരെ ഒന്നുകൂടി ഒന്ന് നോക്കി അവിടെ നിന്ന് പോകുമ്പോൾ അവന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. അഗ്നി വന്നൊരു ചേറ് വലിച്ചിട്ട് ജ്വാലയുടെ അടുത്തായിരുന്നു. അവള് പക്ഷെ അവനെ നോക്കിയില്ല. പൊന്നും മീനും ഓരോ ചേറിലായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും കഴിച്ചോ? അഗ്നി ചോദിച്ചു. ആ കഴിച്ചു അഗ്നിയേട്ടാ, ഇനി നിങ്ങൾ കഴിക്ക്, ഞങ്ങൾ ഉമ്മറത്തേക്ക് പോവാ. എടി കഴിച്ചിട്ട് അങ്ങോട്ട് വാട്ടോ, പൊന്നു ജ്വാലയോട് പറഞ്ഞതും അവള് തലയാട്ടി. മീനും പൊന്നും അവിടെ നിന്ന് പോയി. ജ്വാല പതിയെ ദോശ കഴിക്കാൻ തുടങ്ങി. അവനെ നോക്കാതെയാണ് കഴിപ്പ്. അഗ്നി പതിയെ അവളുടെ ഇടത് കൈയിൽ കൈകോർത്തു പിടിച്ചു. ജ്വാല പിടച്ചിലോടെ അവനെ നോക്കി. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്തുപറ്റി? അവളുമാരെന്തെങ്കിലും ചോദിച്ചോ? ജ്വാലയുടെ പ്ലേറ്റിലുള്ള ദോശ കൂടി എടുത്ത് തൻ്റെ പ്ലേറ്റിലിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അത് വാങ്ങി കഴിച്ചുകൊണ്ട് അവൾ മൂളി. ഒപ്പം അവനെ നോക്കി. സാരല്ല കേട്ടോ, അതിലൊന്നും ടെൻഷൻ ആവണ്ട. അവർക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിന്നോട് പറയുന്നതെല്ലാം നീ എന്നോട് പോയി പറയുന്നു പറഞ്ഞേക്ക്. അപ്പൊ പിന്നെ ഒന്നും ചോദിച്ചു തരില്ല, അഗ്നി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആലോചിച്ചപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് അവൾക്കും തോന്നി. എന്നെ കളിയാക്കൂ എല്ലാവരും? അവൾ ചോദിച്ചു. എന്തിന്? അഗ്നിക്ക് മനസ്സിലായില്ല. അത് എന്നെ അവരൊക്കെ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുക, അവള് പറഞ്ഞു. അത് നിനക്ക് തോന്നതാ കുഞ്ഞാ, അവര് വെറുതെ നോക്കുന്നതാ. നീ അത് ശ്രദ്ധിക്കാതെ സാധാ പോലെ പെരുമാറി നോക്കിയേ, അപ്പൊ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവൻ സ്നേഹത്തോടെ അവളെ പറഞ്ഞു മനസ്സിലാക്കി. അതെല്ലാം മനസ്സിലായതുപോലെ പെണ്ണ് തലയാട്ടുന്നുണ്ട്. അഗ്നി പിന്നെയും അവളോട് ഒരുപാട് സംസാരിച്ചു. അവളെ കംഫർട്ടാക്കി. അവളുടെ ഉള്ളിലെ ടെൻഷനെല്ലാം സ്നേഹത്തോടെ സംസാരിച്ച് മാറ്റിയെടുത്തു. അതോടെ ജ്വാലയ്ക്കും അവനെ നോക്കാനുള്ള ചമ്മല് മാറിക്കിട്ടി. തൻ്റേതല്ലേ എന്ന ചിന്ത വന്നു. കഴിച്ചെഴുന്നേറ്റ് ജ്വാല അഗ്നിയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. അവനും അവൾക്ക് പിറകെ ചെന്നെങ്കിലും ജ്വാല പൊന്നുവിനും മീനുവിനും കുട്ടികൾക്കൊപ്പം കളിക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതും അവന്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. അവളുടെ കുപ്പിവള കിലുങ്ങുന്നത് പോലുള്ള ചിരിയിൽ സ്വയം മറന്നുകൊണ്ട് അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ഇന്ന് മഴ അല്പം കുറവുണ്ടല്ലേ ദേവേട്ട? അഗ്നിയുടെ കയ്യിൽ കൈകോർത്തു പിടിച്ച് നാഗക്കാവിലേക്ക് നടക്കുമ്പോൾ ജ്വാല ചോദിച്ചു. അതല്ലേ ഇന്ന് നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ, മുന്നോട്ടുള്ള കാട് പതിയെ നീക്കിക്കൊണ്ട് അഗ്നിയും പറഞ്ഞു. വൈകുന്നേരം നാഗത്തറയിൽ വിളക്ക് വെക്കാനുള്ള പോക്കാണ് ഇരുവരും. ജ്വാല പൊന്നൂനെയും കൂടെ വിളിച്ചെങ്കിലും അവൾക്ക് പേടിയാണെന്ന് പറഞ്ഞ് അവൾ വന്നിട്ടില്ല. പക്ഷെ ജ്വാലയ്ക്ക് അവിടെയെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇരുവരും പതിയെ മുന്നോട്ട് നടന്നു. ഇരുട്ട് മൂടി വരുന്ന വാനം, ഒപ്പം എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ജ്വാലയ്ക്ക് അല്പം പേടി തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ കൈകൾ അഗ്നിയുടെ കയ്യിൽ മുറുകി. അവളുടെ പേടി മനസ്സിലാക്കിയ പോലെ അവൻ അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു. പേടിക്കണ്ടാട്ടോ, ഞാനില്ലേ, അവൻ പറഞ്ഞു. ജ്വാല പുഞ്ചിരിച്ചു. ശ്രദ്ധയോടെ ഇരുവരും മുന്നോട്ട് നടന്നു. നാഗത്തറയിലേക്ക് അല്പം പേടിയോടെയാണ് ജ്വാല നോക്കിയത്. ശരിക്കും സർപ്പങ്ങൾ നിൽക്കുന്നത് പോലെ തോന്നി ആ നാഗശില കണ്ടപ്പോൾ. മഴ പെയ്താകെ നനഞ്ഞിരിക്കുന്നിടമാണെങ്കിലും അവിടെയെല്ലാം ആകെ മഞ്ഞൾ പടർന്നു കിടപ്പുണ്ട്. അത് അഗ്നിയുടെയും ജ്വാലയുടെയും കാലിലും മറ്റും പറ്റി പിടിച്ചിട്ടുണ്ട്. ജ്വാല പതിയെ നാഗത്തറയ്ക്ക് മുന്നിലുള്ള വിളക്കിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് വിളക്ക് തെളിയിച്ചു. അഗ്നിയെ ഒന്ന് നോക്കി. പ്രാർത്ഥിക്ക്, അവൻ പറഞ്ഞു. അവള് തലയാട്ടി. പതിയെ കണ്ണുകളടച്ച് കൈകൂപ്പി. അഗ്നി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കി പ്രാർത്ഥിച്ചു. അവൻ അല്പം മഞ്ഞളെടുത്ത് അവളുടെ നെറ്റിയിൽ പതിയെ വരച്ചു കൊടുത്തു. ജ്വാലയൊന്ന് പുഞ്ചിരിച്ചു. ഒരു വേള ആ പുഞ്ചിരിയിലേക്ക് നോക്കി നിന്നുപോയി അഗ്നി. എന്താ ദേവേട്ടാ? തന്നെ ഉറ്റുനോക്കുന്നവനെ നോക്കി അവള് സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, പോയാലോ? നാഗത്തറയിലേക്ക് നോക്കിക്കൊണ്ട് അവള് മൂളി. അഗ്നി മുന്നോട്ട് നടന്നു. അവന് പിറകെയായി അവളും. കുറച്ചു മുന്നോട്ടെത്തിയതും ആകാശം അടുത്തൊരു മഴയ്ക്കായിട്ടുള്ള ഒരുക്കം തുടങ്ങിയിരുന്നു. ചെറുതായി കാറ്റും വീശുന്നുണ്ട്. ജ്വാലയ്ക്ക് പേടിയാവാൻ തുടങ്ങിയിരുന്നു. അത്രയും പേടിപ്പെടുത്തുന്നത് പോലുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു അത്. അതിനിടയിൽ കാറ്റുകൂടി ആയപ്പോൾ പണ്ടെങ്ങോ കേട്ടുമറന്ന യക്ഷിക്കഥകൾ വരെ അവൾക്ക് ഓർമ്മ വന്നുപോയി. ഒപ്പം വാനം നന്നായി ഇരുണ്ടിരിക്കുന്നു. മുന്നിൽ നടക്കുന്നവൻ ഇടയ്ക്കിടയ്ക്ക് ജ്വാല കൂടെ തന്നെ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അവളാണെങ്കിൽ ചുറ്റും നോക്കിയാണ് നടപ്പ്. പെട്ടെന്ന് മുന്നിലുള്ള ഒരു വേര് തടഞ്ഞ് ജ്വാല വീഴാനാഞ്ഞു. പക്ഷെ നിലത്തേക്ക് വീണുപോകും മുന്നേ അഗ്നി അവളെ പിടിച്ചിരുന്നു. അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു.
നോക്കി നടക്ക് പെണ്ണെ, ഇവിടെയൊക്കെ വീണാ മൂക്കുമായി ഒന്നാവും, നിലത്ത് നോക്കി നടക്ക്. ശാസനയോട് അഗ്നി പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാ പറഞ്ഞേ ശ്രദ്ധിച്ച് നടക്കാൻ. ഇങ്ങനെ ചുറ്റും നോക്കി നടന്ന എങ്ങനെയാ? അവന്റെ ചുണ്ടു കൂർത്തു. ആ, അവൾ അലസമായി പറഞ്ഞു. അത് കേട്ട് അവളുടെ തലക്കിട്ട് ചെറുതായൊന്ന് കൊട്ടിക്കൊണ്ട് ചിരിയോട് അഗ്നി മുണ്ട് മടക്കിയെടുത്ത് മുന്നോട്ട് നടന്നു. വേഗം പോയേക്കാ, നല്ലൊരു മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. പക്ഷെ ജ്വാലയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും കാണാൻ പാടില്ലാത്തതെന്തോ കണ്ടതുപോലെ കാലുകൾ പോലും ചലിപ്പിക്കാൻ കഴിയാതെ വിറച്ചു നിൽക്കുവാണ് ജ്വാല. ദേവേട്ടാ, പെട്ടെന്ന് പേടിയോടെ അവള് വിളിച്ചു. അഗ്നി അവളെ തിരിഞ്ഞു നോക്കി. അവൾ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് പേടിയോടെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ അല്പം മുന്നോട്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അഗ്നി സംശയത്തോടെ അവൾക്കടുത്തേക്ക് നടന്നു. നീ ഇതെന്തു ഭാവിച്ചാ? മഴ വരുന്ന കണ്ടില്ലേ? വാ, നമുക്ക് പോവാ. അഗ്നി അവളുടെ കയ്യിൽ കയറിപ്പിടിച്ചു. ദേവേട്ടാ, പേടിയോടെ അവൾ വീണ്ടും വിളിച്ചു. നോട്ടം പക്ഷെ മറ്റെങ്ങോട്ടോ ആണ്. അഗ്നി അവളുടെ മുഖം പിടിച്ച് അവന് നേരെ തിരിച്ചു. പേടിച്ചരണ്ട മുഖവുമായി നിൽക്കുന്നവളെ കണ്ട് അവനും ഒന്ന് പകച്ചുപോയി. എന്താടാ? അഗ്നി ചോദിച്ചു. അവിടെ. അവള് സൈഡിലേക്ക് വിരല് ചൂണ്ടി. അഗ്നി സംശയത്തോടെ അവള് വിരല് ചൂണ്ടിയിടത്തേക്ക് നോക്കി. മുന്നിലെ കാഴ്ചയിൽ അവനൊന്ന് ഞെട്ടിയതുപോലെ. അടുത്ത നിമിഷം അഗ്നിയുടെ കൈകൾ അവളുടെ കയ്യിൽ മുറുകി. വാ, നമുക്ക് പോവാ. ചുണ്ടിൽ തെളിഞ്ഞൊരു ചിരിയോടെ അഗ്നി പറഞ്ഞു. അതെന്താ ദേവേട്ട അവിടെ? എനിക്ക് പേടിയാവണു. അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. വാ, പറഞ്ഞു തരാം. അഗ്നി അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. പക്ഷെ ജ്വാല അപ്പോഴും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഇണചേരുന്ന രണ്ട് സർപ്പങ്ങളെ കണ്ട് നോക്കി നിൽക്കുന്ന കൗതുകമായിരുന്നില്ല ആ സമയം അവളിൽ. പകരം ആദ്യമായ കാഴ്ച നേരിൽ കാണുന്നവളിലെ ഭയം. അവന്റെ ഷർട്ടിൽ മുറുകുന്ന കയ്യിൽ നിന്നും അവന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സർപ്പങ്ങളുടെ സീൽക്കാര ശബ്ദവും അവിടെ കേൾക്കുന്നുണ്ട്. ജ്വാല തിരിഞ്ഞു നോക്കി അവനൊപ്പം നടന്നു. പേടിയുണ്ടെങ്കിലും ആ കാഴ്ച കാണാൻ എന്ന പോലെ. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഒപ്പം ശക്തമായ കാറ്റും. അഗ്നി അവളുടെ കയ്യും പിടിച്ച് മുന്നോട്ടോടി. അവിടെ മഴ നനയാതെ നിൽക്കാൻ പറ്റിയതുപോലെ ഒരു ചെറിയ ഇടമുണ്ട്. 4 തൂണുകൾക്ക് മേൽ നിൽക്കുന്ന ആ സ്ഥലം ജ്വാലയും അപ്പോഴാണ് കാണുന്നത്. അഗ്നി ജ്വാലയുമായി അങ്ങോട്ട് ഓടിക്കേറി. അപ്പോഴേക്കും ഇരുവരും നന്നായി നനഞ്ഞിരുന്നു. കൈകൾ രണ്ടും പരസ്പരം കോർത്തുകൊണ്ട് ജ്വാല ഒരു തൂണിലേക്ക് ചാരി നിന്നു. അഗ്നി അവന്റെ തലമുടിയിലെ വെള്ളം ഒന്ന് തട്ടിക്കളഞ്ഞുകൊണ്ട് ജ്വാലയ്ക്കടുത്തേക്ക് വന്നു. അവൾക്ക് തൊട്ടു പുറകിലായി. തുടരും.